നമസ്കാരം. ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു കാര്യമാകുന്നു. ജൂലൈ 12 ഇന്ന് ചൊവ്വ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഇടവത്തിൽ വ്യാഴവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വയും വ്യാഴവും സംക്രമിക്കുന്നതിന്റെ ഫലമായി ഗുരുമംഗളയോഗം രൂപാന്തരം കൊള്ളുന്നു എന്നതാണ് വാസ്തവം. ശുക്രൻ സ്ഥിതി ചെയ്യുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ ചില രാശിക്കാർക്ക് ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ദിവസം തന്നെയാണ് ഇന്ന്. നാളെ മുതൽ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടി എത്തിയിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ ഇനി മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും മേടം രാശിക്കാർക്ക് ചൊവ്വയും വ്യാഴവും കൂടിച്ചേരുന്നതിന്റെ ഫലമായി ഭാഗ്യം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായ അവസരമാണ് ഉള്ളത്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുക. പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അധികം കഷ്ടപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. പലവിധ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. ശുക്രന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗഫലമായി ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു. നല്ല സമയം ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ജീവിതത്തിൽ പല തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അതെല്ലാം നിങ്ങൾക്ക് ഇല്ലാതാക്കുകയോ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ അത് നടക്കും, അഥവാ ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിചാരിക്കുന്നതായ പല കാര്യങ്ങളിലും അനുകൂലമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും മനസ്സിലുള്ള ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ ഇവ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യത്തിലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. നടക്കാതിരിക്കുന്നതായ പല കാര്യങ്ങളും നടന്നു എന്ന് വരാം. അത്തരത്തിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ അഥവാ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മനസ്സിൽ വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നടക്കാനുള്ള സാധ്യതകളുണ്ട്. പലവിധ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന കാര്യവും ഓർക്കണം. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷപൂർണമായ കാര്യങ്ങൾ അഥവാ വളരെ സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. ചൊവ്വയുടെ വ്യാഴവുമായുള്ള കൂടിച്ചേരൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരെയാണ്. അതിനാൽ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായി ബാധിക്കുക. കൂടാതെ ഈ സമയം ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടുക, സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുക
തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്ന മാനസികപരമായ പിരിമുറുക്കങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിലേക്ക് ചില ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ കാണുക, അത്തരത്തിൽ ചിന്തകൾ വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം ദൈവാധീനമുള്ള സമയം, ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം. അത്തരത്തിൽ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയാം. ഗുരു മംഗള യോഗഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ നേട്ടങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ, ശുഭവാർത്തകൾ എന്നിവ തേടിയെത്താം. നിങ്ങളെ തേടി പല കാര്യങ്ങളും അനുകൂലമായി വരും എന്ന കാര്യം ഓർക്കുക. പല തരത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ജീവിതം മാറി മറിയുന്നതായ ചില അവസരങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ചിന്തയുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഇത്. പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ തേടിയെത്തുന്നതായ സമയം, ആരോഗ്യ കാര്യത്തിൽ സംതൃപ്തി പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം, ആരോഗ്യം മികച്ചതായി തീരും എന്ന കാര്യം ഓർക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുന്നത് അവരുടെ കർമ്മഭാവത്തിലേക്കാണ്. അതിനാൽ അപ്രതീക്ഷമായി തന്നെ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. അപ്രതീക്ഷമായ ധനാഗമം, ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചില നേട്ടങ്ങൾ കടന്നു വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തുകയോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ജീവിതം മാറി മറിയുന്നതായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രണയ സാഫല്യമുണ്ടാകാം. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതായ സമയം കൂടിയാണ് ഇത്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. അതേപോലെ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത്. സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.